Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം, തംബ്നെയിൽ കണ്ട മാതിരി തന്നെ ഇൻട്രോ കണ്ട മാതിരി തന്നെ നല്ല അടിപൊളി അൺബോക്സിങ് DTന്റെ സ്മാർട്ട് വാച്ച് കേട്ടോ. DT നമ്പർ 1ൻ്റെ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. DT നമ്പർ 1ൻ്റെ അൾട്രാ മോഡൽ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് ആൻഡ്രോയിഡിലും iOSലും എങ്ങനെ കണക്ട് ആക്കാന്നുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇത് വിയർ പ്രോ എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷനാണ്. വിയർ ഫിറ്റ് പ്രോ അല്ല, വിയർ പ്രോ എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണക്ട് ആക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അപ്പോൾ ഗൈസ് പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ, എങ്ങനെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടോയെന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് പറയുക, ചെറിയ പ്രൈസേ ഉള്ളൂ. ഇവിടുത്തെ എത്ര 85 ദിറംസേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി മൈക്കാണെന്ന് പറഞ്ഞത് എല്ലാവരും. അപ്പോൾ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്, ഈ വീഡിയോയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇത് ഇപ്പോൾ വോയിസ് വന്നിക്കോന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. എന്താ പറഞ്ഞാൽ മൈക്കിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധനം ഇതാണ്. ഇതിൽ 3 കളറായിട്ടാണ് വരുന്നത് കേട്ടോ, അല്ല 2 കളറായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു സിൽവറും ഒരു ഓറഞ്ച്, 2 കളറായിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം നമുക്ക് ഏത് സ്ട്രാപ്പ് ഏതാ ക്വാളിറ്റി വരുന്നതെന്ന്. ഞാൻ ആൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിക്ക്. എന്താ പറഞ്ഞാൽ DTൻ്റെ ഒരു അഡാറ് ക്ലാരിറ്റിയുള്ള സ്മാർട്ട് വാച്ചാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അധികം ഇത് മൂവിങ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒന്ന് അയച്ചു നോക്കിയാണ് എങ്ങനെയാണ്. 49 mm ആണ്. പിന്നെ അതേപോലെ തന്നെ DT നമ്പർ 1 NFC എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിയർ പ്രോ ആപ്ലിക്കേഷനാണ്. പിന്നെ ബാക്കിയൊന്നും വേറെ ഒന്നും വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല, മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം കേട്ടോ. ഇതിൻ്റെ കൊടിയിൽ എന്തെല്ലോ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചുള്ളതാ. പിന്നെ അതേപോലെ തന്നെ യൂസർ മാനുവൽ വേറെ യൂസർ മാനുവൽ ഹെവി വലുതായിരിക്കും. ഇതാ ഫുള്ള് സ്റ്റോറി എഴുതിയിട്ടുണ്ടാവും യൂസർ മാനുവലിൽ, ഒരുപാട് വലിയ യൂസർ മാനുവൽ. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ കണക്ട് ചെയ്യുക, അങ്ങനെ വാൾപേപ്പർ മാറ്റുക എന്നെല്ലാം ആയിരിക്കും ഇതിൽ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ആക്കിയാൽ മതി. എന്താ പറഞ്ഞാൽ iOSലും ആൻഡ്രോയിഡിലും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഞാനിന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അത് iOSലും കണക്റ്റാണ്, ആൻഡ്രോയിഡിലും കണക്റ്റാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ സാധനം വാച്ച് നോക്കുക, ഇടുക്കാച്ച് വാച്ചല്ലേ, ഇതാ കാണുന്നുണ്ടാവും. നല്ല അടിപൊളി സാധനമാണ് ഗൈസ്. ഇതാ iWatch സീരീസ് 8 അൾട്രേനെ മാസ്റ്റർ കോപ്പി, വെല്ലുന്ന മാസ്റ്റർ കോപ്പി കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. ഇതാ BW82 ഇതുപോലത്തെ തന്നെ. BW82 നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ചെയ്ത സാധനം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാധനം ഞാൻ മാർക്കറ്റിൽ കണ്ടിക്ക് ഗൈസ്. അതെല്ലാം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡൽസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എന്താണെന്ന് പറഞ്ഞാൽ BW8 ആണ്. BW8ന് ഒരുപാട് ഫീഡ്ബാക്കാണ്, നല്ല അടിപൊളി ഫീഡ്ബാക്ക് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളാണ്. വാൾപേപ്പേഴ്സ്, ഒരുപാട് വാൾപേപ്പേഴ്സ് ഇതിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെനു സ്റ്റൈല്, പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ, ചെറിയ മുള്ളു വരെ വർക്കിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് മോഡ് നോക്കാം. സ്പോർട്സ് മോഡ് വാക്കിങ്ങിൽ കറക്റ്റ് വർക്കിംഗ് ആണ്. അതിൻ്റെ ക്ലാരിറ്റിയെല്ലാം ഒന്ന് നോക്കിയാൽ ക്ലാരിറ്റിയെല്ലാം ഒന്ന് നോക്ക് ഗൈസ്, എന്ത് ക്ലാരിറ്റി ആണെന്നറിയാമോ? കാണുന്നുണ്ടോ? പിടുത്തം മുട്ട ക്ലാരിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ഒരു അഡാറ് സൈഡാണ്, നല്ല ലുക്കുണ്ട് ഗൈസ്. കിടുക്കാച്ച് സാധനം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് ക്വാളിറ്റി തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതിൽ വേറെ സ്പെഷ്യൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വിച്ചാണ്. സ്ട്രാപ്പ് കഴിക്കാനും ഇടാനും ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ആപ്പിളിൽ കൊടുത്ത മാതിരി. ഇതൊക്കെ കാണുന്നുണ്ടാവും, ആപ്പിളിൽ കൊടുത്ത മാതിരി നല്ല അടിപൊളി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് വേണം സ്ട്രാപ്പ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാ സ്ട്രാപ്പും സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓറഞ്ച് കളർ വാച്ച് മേടിക്കുമ്പോൾ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾക്ക് വേറെ കളർ കിട്ടൂലേന്ന്. സ്ട്രാപ്പ് നിങ്ങൾക്ക് മാണ്ട കളറിൻ്റെ സ്ട്രാപ്പ് കിട്ടും കേട്ടോ. സ്ട്രാപ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് 20 രൂപ ചാർജ് ആക്കുന്നുണ്ട്. 20 ദിറംസിന് നമ്മൾ ഇങ്ങനെ തന്നെ സ്ട്രാപ്പ്, ഇതേപോലത്തെ സ്ട്രാപ്പിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സിൻ്റെ ഉള്ള വീഡിയോ ഞാൻ ഈ ഒരു 2 സെക്കൻഡിൽ ഇവിടെ ഇടാം. അല്ലെങ്കിൽ ഞാൻ ഇൻട്രോയിലിട്ട് അതേ കളേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇൻട്രോയിൽ ഇടയ്ക്ക് വീഡിയോൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇൻട്രോയിൽ കണ്ട എല്ലാ കളേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്ട്രാപ്പ് എല്ലാം നോക്കുക, ലൂപ്പ് എഞ്ചാതി വോൾസ് കാര്യങ്ങളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കൈക്ക് കെട്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൈക്ക് കെട്ടിയിട്ട് ബാക്കി പറഞ്ഞുതരാം. കൈക്ക് കെട്ടിയിട്ടാകുമ്പോൾ അത്ര തന്നെ ഗൈസ്. ഇത് കെട്ടിയിട്ട് പോകുമ്പോൾ 4 ആൾ നോക്കൂ ഗൈസ്, ഇത് ഒറിജിനൽ സ്മാർട്ട് വാച്ച് ആണോ കോപ്പിയാണോ എന്ന് വന്നിട്ട് ഓണാക്കി നോക്കിയാലല്ല അറിയും. പിന്നെ കുറേ ആൾ ലോഗോ ഉള്ളതുണ്ടോ ചോദിക്കുന്നു കേട്ടോ. ലോഗോ ഉള്ളതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ നമ്മൾ വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അടുത്തെങ്കിൽ പോയാൽ ഓർ ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് നോക്കൂലോ ലോഗോ വരുന്നോന്ന്.
ലോഗോ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ മെച്ചമൊന്നുമില്ല. 50-60 ദിർഹംസ് മാറ്റമുണ്ട് പ്രൈസ്. ക്വാളിറ്റി ഇത്ര വരുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം. നല്ല അടിപൊളി സ്പീക്കർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോളിംഗ് നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലാണ് ഇട്ടിട്ടുള്ള, അത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഇത് പ്രസ് ചെയ്ത് ഇത് മുകളിലോട്ടൊക്കെ ആക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മെനുകളുണ്ട് ഒരുപാട്. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ആക്കിയാൽ നിങ്ങൾക്ക് മെനു സ്റ്റൈൽ മാറ്റാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് മെനു സ്റ്റൈലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ സാധനം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഞാൻ പൊളിച്ചിട്ട് നേരത്തെ നോക്കിയിട്ടുണ്ട്. ഗ്രേ കളർ കേട്ടോ. ഗ്രേ എന്നല്ല, ഓഫ് വൈറ്റാണ്. ഓഫ് വൈറ്റ് ഇതും അത്ര തന്നെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കളറ്. ഓക്കെ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ചാണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് അറിയേണ്ട നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ മുട്ട? ഒരു 150 കൊടുത്താലോ? 150 കൊടുക്കണോ? പറ, കുറേ ആയിട്ടല്ലേ? അപ്പോൾ ഒരു പണിയെടുക്കാം, നമുക്കൊരു 130 ആക്കിയാലോ? ഇനിയും കുറയ്ക്കണം. എന്നാൽ 110 ദിർഹംസിന് ആൾ ഓവർ യു എ ഫ്രീ ഡെലിവറി ആക്കി കൊടുക്കാം നമുക്ക്. എത്ര? 110 ദിർഹംസിന് ആൾ ഓവർ യു എ ഫ്രീ ഡെലിവറി ആക്കി തരാം. പിന്നെ ഇപ്പോഴേ പറഞ്ഞേക്കട്ടോ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 110 രൂപ ഒരു പീസിനാണ്. 2 പീസ് എടുക്കുന്നതാക്കി 200 ദിർഹംസ്, 2 പീസസ് എടുക്കുന്നതാക്കി 200 ദിർഹംസിന് ആൾ ഓവർ യു എ ഫ്രീ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. പിന്നെ 3 പീസ് എടുക്കുന്നതാക്കി 290ക്ക് നമ്മൾ ഫ്രീ ഡെലിവറി ആക്കി കൊടുക്കും. 3 പീസ് ഫ്രീ ഡെലിവറി. ഓക്കെ, അപ്പോൾ പ്രൈസ് മനസ്സിലായില്ല. ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പറും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പേഴ്സണലായിട്ട് വന്നിട്ട് ബാർഗിൻ ആക്കണ്ട, ഷോപ്പിൽ വന്നിട്ട് പ്രത്യേകിച്ചിട്ട് ബാർഗിൻ ആക്കണ്ട കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് തരാണ്ടിരിക്കാൻ പറ്റുന്നില്ല ബാർഗിൻ ആക്കിയാൽ. പക്ഷേ നമുക്ക് നഷ്ടമാണുണ്ട്. നമ്മൾ ചെറിയ പ്രൈസ് ഇട്ടിട്ട് ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. അപ്പോൾ അതിലും വന്നിട്ട് ബാർഗിൻ ആക്കണ്ട പ്ലീസ്. ഷോപ്പിൽ വന്നിട്ട് ബാർഗിൻ ആരും ആക്കണ്ട കേട്ടോ. ലാസ്റ്റ് പറഞ്ഞാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പീസ് ഷോപ്പിൽ വന്നാൽ 90 ദിർഹംസിന് കിട്ടുന്നതായിരിക്കും. എത്ര? 90 ദിർഹംസിന് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡെലിവറി ആണെങ്കിൽ 20 ദിർഹംസ് എക്സ്ട്രാ ചാർജ് വരും. എത്ര പീസ് എടുത്താലും അതിൻ്റെ മേലെ 20 ദിർഹംസ് ചാർജ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു 20 പീസ് എടുത്താൽ 90 ദിർഹംസ് അല്ല 1820 രൂപ വരും. ഓക്കെ, പിന്നെ 10 പീസ് എടുത്താൽ അത്ര തരുമോ, 15 പീസ് എടുത്താൽ ഇത്ര തരുമൊന്നുമില്ല. ആ പ്രൈസിന് നമ്മൾ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും കേട്ടോ. 110 ദിർഹംസിന് ആൾ ഓവർ യു എയിൽ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് കൊടുക്കട്ടോ. ഇത് ഈ കളറും കൂടി ഒന്ന് നോക്കിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിത് iOS-ൽ. അപ്പോൾ ഗൈസ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയത് ഏതെന്ന് പറഞ്ഞാൽ വിയർ പ്രോ. ഈയുടെ സാധനം, ഈ സാധനമാണ് നമ്മൾ ഡൗൺലോഡ് ആക്കേണ്ടത് കേട്ടോ. വിയർ പ്രോ അതവിടെ വാച്ചിൻ്റെ മുകളിൽ സ്റ്റിക്കർ തന്നെ കൊടുത്തിട്ടുണ്ട്, വിയർ പ്രോ എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആക്കിയാൽ നിങ്ങൾക്ക് മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ സൈസിൽ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഒന്ന് ജസ്റ്റ് പാസ്വേഡ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ ID ഇത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ. അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ആപ്പിൾ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ആപ്പിൾ ID വെച്ചിട്ടാണ് ലോഗിൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ വിത്ത് പാസ്വേഡ് എന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് അടിച്ചിട്ട് വരാം. പാസ്വേഡ് അടിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞാൻ എന്തെല്ലാം പേരെല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊന്നും സീനില്ല. ഇവിടെ ഡിവൈസ് ഇതുണ്ട്, ബോൺ ഡിവൈസ്. ഓക്കെ, ഓണാക്കിയത്. അപ്പോൾ ഇത് ഓണല്ല, ഇത് മാത്രം ഓണാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് ഒരുപാട് സ്മാർട്ട് വാച്ച് ഓണായി കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്മാർട്ട് വാച്ച് ഓണായി കിടക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ? ഡിസ്പ്ലേ എങ്ങനെയുണ്ട്? അടിപൊളി ക്ലാരിറ്റി അല്ലേ? ടച്ചും അത്തന്നെ നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകണ്ടേ? ഇവിടെങ്ങുണ്ടോ വൈ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പൽ. ഇതന്നെ ആവാനാ ചാൻസ് കൂടുതലുള്ളത്. നോക്കാം നമുക്ക്. ഇതന്നെ ആയിട്ടുള്ള ടൈം കറക്റ്റായില്ലേ? 11:47. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഇതിൽ NFC കാര്യങ്ങളെല്ലാം NFC ഇവിടെ പോയാൽ സിങ്കിങ് ആകുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇത് 100% ആവട്ടെ. 100% ആയിട്ട് NFC കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇനി ആരും വന്ന് ചോദിക്കേണ്ട NFC അങ്ങനെ കണക്ട് ചെയ്യരുത്. നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾ NFC കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുള്ള ഷോർട്ട് കട്ടിൽ പോവുക, ഇങ്ങനെയെല്ലാം ആക്കാം കേട്ടോ. അപ്പോൾ NFC എല്ലാം സെറ്റ് ചെയ്യുന്നത് ഈസിയാണ്. ഇതവിടെ കാണുന്നുണ്ടോ? യൂസർ ഗൈഡ് ഇവിടെ തന്നെ ഉണ്ട്. കറക്റ്റ് നോക്കിയിട്ട് പഠിച്ചോളി. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇതാ ടൈൽ ടു വേക്ക്. ഇത് ഓഫാക്കി വെച്ചാൽ ഒന്നുമില്ല കേട്ടോ. ഇത് ഓണാക്കി വെച്ചാൽ ഓൺ ഓഫ് ഇങ്ങനെ സ്ക്രീന് ഓഫ് ഓൺ ആവും കേട്ടോ. കാണുന്നുണ്ടോ? ആൾവേസ് ഓൺ ഡിസ്പ്ലേന്ന് നോർമൽ ഡിസ്പ്ലേക്ക് മാറും. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെന്നാ അതിലുള്ള മോറിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ സഡനേറ്ററി, പിന്നെ സെറ്റിംഗ് അലാറാം. ഈ അലാറാം സെറ്റിംഗ് ചെയ്യുന്നതിൽ എന്താണെന്ന് അറിയാം, ഇത് പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു അലാറാമാണ്. വാച്ച് കെട്ടി കിടക്കുന്നതൊക്കെയാണ്.
ഇത് നമുക്ക് രാവിലെ ടൈമിന് നമ്മൾ ഈ അലാറം ഇതിൽ സെറ്റ് ചെയ്താൽ നമ്മളെ കയ്യിൽ നിന്ന് വൈബ്രേറ്റ് ആയിട്ട് നമ്മൾ എണീക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ഡിസ്റ്റർബ് ഉണ്ടാവില്ല കേട്ടോ. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകുന്ന രീതിയിലല്ല, നോർമലായിട്ട് നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ രാവിലെ നിങ്ങൾ അത് വിളിച്ചെണിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഇൻകമിങ് കോളിംഗ്, പിന്നെ അതേപോലെ തന്നെ SMS, പിന്നെ അതേപോലെ തന്നെ വാച്ച് ഫേസ് ബൂസ്റ്റ് കേട്ടോ. ഇതിൽ ഒരുപാട് നമ്മളെ ഫോട്ടോസ് വെക്കാൻ 3 ചാൻസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇതിൽ ഫുൾ സൈസിൽ നമ്മൾ ഫോട്ടോ വാൾപേപ്പറാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഈ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ല, അതിനെക്കൊണ്ട് വാൾപേപ്പർ ഞാൻ ഇതിൽ നിന്ന് സെറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് ആൻഡ്രോയിഡിൽ എങ്ങനെ കണക്റ്റ് ആക്കാമെന്നല്ലേ, അതും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ലോഗ് ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിൽ കോളിംഗ് എങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോളിംഗ് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇതിൽ കോൾ കണക്ട് ചെയ്യൽ എങ്ങനെയാണെന്നറിയോ? ഇല്ലല്ലോ, എന്താ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ ഇവിടുന്ന് ഓപ്പൺ കാണിക്കും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ എന്താ ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് നമ്മളെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ എത്രയും ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുക. ബ്ലൂടൂത്ത് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ ഈ സാധനം കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക്. BT കോൾ എന്ന് പറയുന്നൊരു സാധനം കാണുന്നതായിരിക്കും. എന്താ വാച്ച് ഓഡിയോ ബാഡ് ഇവിടെ സാധനം വരും. ഇപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ കോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ബെറ്റർ. ഒരുപാട് സ്മാർട്ട് വാച്ച് ഓണാണ് ഇവിടെ, അത് കാണുന്നുണ്ടോ? ഡെസ്ക്ടോക്ക് അങ്ങനത്തെ ഒരുപാട് സ്മാർട്ട് വാച്ചിൻ്റെ ഫുള്ള് ഓണായി കിടക്കുന്നതിന്, അതിനെക്കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് തേടി പിടിക്കാൻ. വാച്ച് ഓഡിയോ ബാബ്ഡ് എന്നുണ്ട്, ഇതാ കാണുന്നുണ്ടോ? ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ കണക്റ്റ് ആയാൽ പിന്നെ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല, വാച്ചിൽ നിന്ന് തന്നെ കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. വാച്ചിൽ നിന്ന് തന്നെ കോളും ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ വാച്ചിൽ നിന്ന് തന്നെ സംസാരിക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ട്രയൽ വെക്കാനും വേണമെങ്കിൽ നമുക്ക് അണ്ടിലേക്ക് തന്നെ വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ ആൾറെഡി കണക്റ്റഡ് ആണ്. പിന്നെ SOS എല്ലാം ഉണ്ട്, SOS കോളിംഗ് എല്ലാം ഉണ്ട്. 05055 ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ആർക്കെങ്കിലും വാച്ച് വേണമെങ്കിൽ ഇതാ ഇതാ കാണുന്നുണ്ടോ? വാച്ചിൽ നിന്ന് കോളാക്കുമ്പോൾ ഇതിൽ നിന്ന് കോൾ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കട്ടായി. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഇൻകമിങ് വന്നാൽ ഇതിലേക്ക് കോൾ ഇൻകമിങ് വരുന്നത് ഞാൻ കാണിച്ചുതരാം എങ്ങനെ വരുന്നതെന്ന്. എന്താ ഇതിൽ മെസ്സേജെല്ലാം നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടോ? ഫുൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് കോൾ വരുന്നുണ്ടത് ഡയലിങ്. ഒരു മിനിറ്റ്, ഇതിലേക്ക് ഇപ്പോൾ കോൾ വരുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. അതാ ഇങ്ങനെ വരുന്നുണ്ട്, ഇതാ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇങ്ങനെ വരുന്നുള്ള കോൾ വരുന്നൊരു മജ്ജില്ലല്ലോ. അപ്പോൾ ഗൈസ്, iOS എങ്ങനെ കണക്ട് ആക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന്, പിന്നെ എങ്ങനെ എനേബിൾ ചെയ്യേണ്ടത്, പിന്നെ NFC കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ആൻഡ്രോയിഡിലും കൂടി ഒന്ന് കണക്ട് ആക്കിയിട്ട് വീഡിയോ നിർത്താം കേട്ടോ. അപ്പോൾ ഗൈസ്, ആൻഡ്രോയിഡിൽ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ആക്കുക. ആപ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ആക്കിയിടുക. ഈ ആപ്പാണ് ഡൗൺലോഡ് ആക്കേണ്ടത്. ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ആപ്പാണ് ഡൗൺലോഡ് ആക്കേണ്ടത്. ഒരു മിനിറ്റ് ഡൗൺലോഡ് ആവട്ടെ, ഡൗൺലോഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്നാലും കണക്റ്റ് ആക്കിയിട്ട് നോക്കാം കേട്ടോ. കാരണം ഒരുപാട് ടൈം എടുക്കുന്നത് ആൻഡ്രോയിഡിൽ. അതിനെക്കൊണ്ട് ആൻഡ്രോയിഡിൻ്റെ ഞാൻ ഒഴിവാക്കലാണ് മാക്സിമം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിക്ക് ഇത് കണക്ട് ചെയ്യുന്ന വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാൻ ലോഗിൻ ആക്കിയിട്ടുണ്ട്, സേവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വിൻഡോ പെർമിഷൻ കൊടുക്കാം. ഫ്ലോട്ടിംഗ് വിൻഡോ പെർമിഷനല്ലോ, അതും കൂടി കൊടുത്താൽ സമാധാനം അവർക്ക്. അത് കൊടുത്തു. പിന്നെ ജസ്റ്റ് ഇത് കൊടുത്തിട്ടാകുമ്പോൾ സ്മാർട്ട് വാച്ച് ഇതാ വന്ന് ഇതാ ഒന്ന് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഏതെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ലേറ്റ് എത്തും.
അതൊന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് കണക്റ്റ് ആക്കാൻ കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കണക്റ്റ് ആവുന്നതായിരിക്കും. അത് സിങ്ക് ആയിക്കോട്ടെ. ഇത് ഇവിടുന്ന് വാച്ച് ഓഡിയോയും കൂടി കണക്റ്റായി. പിന്നെ അതേപോലെ തന്നെ ഇൻകമിങ് കോള്, ഔട്ട് ഗോയിങ് കോള്, NFC കാര്യങ്ങളെല്ലാം കണക്റ്റായി. NFC-ൻ്റെ ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ NFC, പിന്നെ QR കോഡ്, മൈ QR കോഡ് എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ പോയിട്ട് നമ്മളൊരു QR കോഡ് ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വാച്ച് കണക്റ്റ് ആയിട്ടുണ്ട്. ഏതാ കണക്റ്റ് ആയെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് കണക്റ്റ് ആയ കേട്ടോ. ഇതല്ല, ഇതൊന്ന് കണക്റ്റ് ആയിട്ടുണ്ട് രണ്ടിൽ. ഇതന്നെ കണക്റ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വാച്ച് ഫേസിൽ പോയാൽ നമ്മൾ വാച്ചെല്ലാം വന്ന് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. സാധനം ഒരു രക്ഷയില്ല കേട്ടോ, ലുക്കിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കണക്റ്റ് ആകുന്നുണ്ട് ആൻഡ്രോയിഡിൽ. പിന്നെ ബാക്കി വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.